Hello friends. നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ കുറച്ച് WH ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ? WH ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട്, വെൻ, വിച്ച്, വേർ, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ നമ്മൾ വാട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതുപോലെ തന്നെ വെൻ എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതാണ് വിച്ച്. ഓക്കെ, വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏത്. അപ്പൊ നമ്മൾ ചോദിക്കാറില്ലേ, ഇത് ഏത് സാരിയാണ്, ഇത് ഏത് ബുക്കാണ്, ഇത് ഏതാണ് എന്ന് ചോദിക്കേണ്ട സമയങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? വിച്ച് വെച്ചിട്ട് നമുക്ക് അത് ചോദ്യ രൂപേണ നമുക്ക് ചോദിക്കാം. മിക്കവാറും അത് ചോദ്യത്തിൽ തന്നെയാണ് അത് വരിക. അങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, വിച്ച് ബുക്ക് ഇസ് ദിസ്? ഇത് ഏത് ബുക്കാണ്? Which book is this? Which saree is this? Which table is this? Which room is this? ഇതൊക്കെ നമ്മൾ വിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക. അതായത് ഇത് ഏത് റൂമാണ്, ഇത് ഏത് സാരിയാണ്, ഇത് ഏത് വീടാണ്. അപ്പോ നമുക്ക് ഈ വിച്ച് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എല്ലാ ടെൻസിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ വിച്ച് മൂവി ഡിഡ് യു സീ യെസ്റ്റർഡേ? അപ്പൊ നമ്മൾ ഇന്നലത്തെ ഒരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുകയാണ്, നീ ഇന്നലെ ഏത് മൂവിയാണ് കണ്ടത്? ഓക്കെ, വിച്ച് ബുക്ക് ഡിഡ് യു റീഡ് യെസ്റ്റർഡേ? നീ ഇന്നലെ ഏത് ബുക്കാണ് വായിച്ചത്? വിച്ച് സാരി ഡിഡ് യു വെയർ യെസ്റ്റർഡേ? നീ ഇന്നലെ ഏത് സാരിയാണ് ഉടുത്തത്? വിച്ച് ഷർട്ട് ഡിഡ് യു വെയർ യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ ഏത് ഷർട്ടാണ് ധരിച്ചത്? അപ്പൊ നോക്കൂ, നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കാര്യം ചോദിച്ചു, അതായത് വിച്ച് ബുക്ക് ഇസ് ദിസ്, വിച്ച് സാരി ഇസ് ദിസ്, വിച്ച് ഹൗസ് ഇസ് ദിസ്, വിച്ച് അംബ്രല്ല ഇസ് ദിസ്. അപ്പൊ നമുക്ക് ഈ ഇപ്പോഴത്തെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വിച്ച് ഉപയോഗിക്കാം. ഇന്നലത്തെ കാര്യങ്ങൾ അതേപോലെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് വിച്ച് നമ്മൾ അതുപോലെ ഉപയോഗിച്ചു. ഇനി നാളത്തെ ഒരു കാര്യം ചോദിക്കുമ്പോഴോ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വിച്ച് സാരി വിൽ യു വെയർ ടുമോറോ? നീ നാളെ ഏത് സാരിയാണ് ഉടുക്കാനായിട്ട് പോകുന്നത്? വിച്ച് ബുക്ക് ആർ യു ഗോയിങ് ടു റീഡ് ടുമോറോ? നീ നാളെ ഏത് ബുക്കാണ് വായിക്കാനായിട്ട് പോകുന്നത്? വിച്ച് മൂവി യു ആർ ഗോയിങ് ടു സീ ടുമോറോ? നീ നാളെ ഏത് മൂവിയാണ് കാണാനായിട്ട് പോകുന്നത്? അപ്പൊ നമുക്ക് ഈ മെത്തേഡില് നമുക്ക് വിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻസും ഇന്നത്തെ കാര്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കാം, അതേപോലെ ഇന്നലത്തെ കാര്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കാം, നാളത്തെ കാര്യത്തിനും അതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ടിപ്സ് ഇടുന്നുണ്ട്. അതായത് ഈ ടിപ്സ് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇംഗ്ലീഷ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് അതൊരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ നമ്മൾക്ക് പല പല ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ചെറിയ ചെറിയ ടിപ്സുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഉപകാരപ്രദമാകുന്ന പല ടിപ്സുകളും ഉണ്ടാവും. അപ്പൊ അതെല്ലാം നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉപയോഗിക്കാവുന്നതാണ്.